അതോടൊപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളും ഏത് തരത്തിലാണ്? രാകേഷ്, കേരളത്തിലടക്കം കൺട്രോൾ റൂമൊക്കെ തുറന്നിരിക്കുന്നു. എല്ലാ സംസ്ഥാനങ്ങളും ജാഗരൂകമായിട്ടിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ രാജ്യതലസ്ഥാനത്ത് വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? നടക്കുന്ന കൂടിക്കാഴ്ചകളൊക്കെ ഏത് തരത്തിലാണ്? അതെ അപർണ, നിർണായക യോഗങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഇന്നലെ രാത്രി തന്നെ സർക്കാർ, പ്രധാനമന്ത്രിയുടെ ഓഫീസൊക്കെ തന്നെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സ്വാഭാവികമായും സേനാ മേധാവികളൊപ്പം തന്നെ സംയുക്ത സേനാ മേധാവിയും പ്രതിരോധ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രിയുമായി കാണാൻ സാധ്യതയുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കഴിഞ്ഞ 24 മണിക്കൂറിൽ പലപ്പോഴായി പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു, ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അത്തരത്തിൽ നിർണായക കൂടിക്കാഴ്ചകളൊക്കെ തന്നെ ഡൽഹിയിൽ നടക്കുകയാണ്. സ്വാഭാവികമായും നിലവിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം തുടർന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കണം ഇന്ത്യയുടെ തിരിച്ചടി എന്ന കാര്യത്തിൽ ഒക്കെ തന്നെ തീരുമാനം ഈ കൂടിക്കാഴ്ചകളിലായിരിക്കും ഉണ്ടാവുക. ഏതായാലും ഇന്ത്യ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്: ഇന്ത്യയായി ആക്രമിക്കില്ല, മറിച്ച് പ്രകോപനം തുടർന്നാൽ അതിന് അതേ രീതിയിൽ തിരിച്ചടി ഉണ്ടാകും എന്ന് ഇന്ത്യ ആവർത്തിച്ചിട്ടുണ്ട്. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. ഏതായാലും ഈ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ പ്രതികരണം ഈ ഘട്ടത്തിൽ വന്നു കഴിഞ്ഞു. കാരണം പടിഞ്ഞാറൻ അതിർത്തിയിൽ കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയതാണ് ഏതാണ്ട് 15 കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചു, അതെല്ലാം തകർത്തു എന്നുള്ളത്. അതിന് മറുപടി ഇന്ത്യ നൽകി. ഇന്നലെയും സമാനമായ രീതിയിൽ പാകിസ്ഥാൻ ആക്രമണ പദ്ധതിയിട്ടു. അത് പക്ഷേ കുറച്ചുകൂടി പ്രകടമായിരുന്നു. ദൃശ്യങ്ങളൊക്കെ തന്നെ ജമ്മുവിന്റെ ആകാശത്തൊക്കെ തന്നെ ഡ്രോണുകളും മിസൈലുകളൊക്കെ വരുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടു. അപ്പോൾ കുറച്ചുകൂടി പ്രകോപനം, വലിയ രീതിയിൽ ഒരു ആകാശ യുദ്ധം എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് രണ്ട് രാജ്യങ്ങളും അത്തരം യുദ്ധം നടത്തുന്നു എന്ന പ്രഖ്യാപനമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അത്തരം പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും തുടരുന്നുണ്ട്. ഇന്ന് രാവിലെയും പുലർച്ചെ 4:15 സമാനമായ രീതിയിൽ ജമ്മുവിലേക്ക് ഡ്രോണുകൾ അയക്കുന്ന രീതി പാകിസ്ഥാൻ തുടർന്നു. അതിനെയും ശക്തമായി തന്നെ സൈന്യം, നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ നേരിട്ടു. അപ്പോൾ അതിനുശേഷം അതിസങ്കീർണമായ ഒരു സാഹചര്യം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ ചേരുന്ന യോഗങ്ങൾ നിർണായകമാണ്. പക്ഷേ 10 മണിക്ക് വാർത്താ സമ്മേളനമുണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ. അതിലായിരിക്കും ഏതൊക്കെ മേഖലകൾ ലക്ഷ്യം വെച്ചു എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുക. നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയും, പടിഞ്ഞാറൻ അതിർത്തി എന്ന് പറയുമ്പോൾ ഇന്നലെ ഏതൊക്കെ സ്ഥലങ്ങളാണോ പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചത് അവിടെ തന്നെ വീണ്ടും ആക്രമിക്കാൻ നീക്കം നടത്തി അത് പരാജയപ്പെട്ടിരിക്കുന്നെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും സൈന്യം അതിശക്തമായി തന്നെ നിലയുറപ്പിക്കുന്നുണ്ട്, ശക്തമായ തിരിച്ചടി തന്നെ നൽകുന്നുണ്ട്. ഇനി സർക്കാർ എന്തൊക്കെ തലത്തിൽ നടപടികൾ കൈക്കൊള്ളും എന്നാണ് അറിയേണ്ടതുള്ളത്. സർക്കാർ ഒരു കാര്യം ആവർത്തിച്ച് ഈ ഘട്ടത്തിലും പറയുന്നുണ്ട്: ഇന്ത്യയായി ആക്രമണം നടത്തില്ല, അത്തരത്തിൽ സ്ഥിതി വഷളാക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പ്രകോപനം തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കും, 10 മടങ്ങ് തിരിച്ചടിക്കുമെന്ന് ആവർത്തിക്കുകയും. അന്താരാഷ്ട്ര സമൂഹം കൂടി ഉറ്റുനോക്കുകയായിരുന്നു രാകേഷ്. 12 മണിക്കൂറായിട്ട് ഈ വളരെ പെട്ടെന്ന് മാറിമറിയുന്ന ഒരു സാഹചര്യങ്ങൾ ഇന്ത്യ പാക് അതിർത്തിയിൽ ശക്തമായ നീക്കത്തിലേക്ക് ഇന്ത്യ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ അത് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും യുദ്ധത്തിലേക്ക് തന്നെ കടക്കുമോ എന്ന് കൂടി എന്തെങ്കിലും പ്രതികരണങ്ങൾ വരുന്നുണ്ടോ ഈ സമയങ്ങളിൽ? ഐക്യരാഷ്ട്രസഭയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. ആദ്യം മുതൽ എന്ത് നിലപാട് ഐക്യരാഷ്ട്രസഭ സ്വീകരിച്ചിരുന്നു അത് ഐക്യരാഷ്ട്രസഭ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. 2 രാജ്യങ്ങളോടുമായി പറയുന്നു, അതായത് യുദ്ധത്തിലേക്ക് പോകരുത്, യുദ്ധം താങ്ങാനുള്ള ശേഷി ലോകത്തിനില്ല എന്ന് പറയുന്നുണ്ട്. ഒപ്പം ചർച്ചകൾ നടക്കണം എന്ന ആവശ്യം കൂടി ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അമേരിക്ക പക്ഷേ ഇടപെടാനില്ല എന്ന തരത്തിലേക്കുള്ള പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നതെന്നുകൂടി ശ്രദ്ധേയമായ കാര്യമാണ്. ഏതായാലും തുർക്കി പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യഘട്ടം മുതൽ തുർക്കിയുടെ നിലപാട് അത് തന്നെയാണ്. തുർക്കിയുടെ കപ്പൽ കറാച്ചി തുറമുഖത്ത് വന്നതൊക്കെ ഒരാഴ്ച മുമ്പാണ്. അന്നത് അസ്വാഭാവികതയില്ല എന്ന പ്രതികരണമൊക്കെ തുർക്കി നടത്തുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ പാകിസ്ഥാനൊപ്പം നിൽക്കുന്ന നിലപാടാണ് തുർക്കി ആദ്യം മുതൽ സ്വീകരിച്ചിരുന്നത്. അതിനപ്പുറത്തേക്ക് ലോകരാജ്യങ്ങളുടെ ഒക്കെ തന്നെ പിന്തുണ ഈ ഘട്ടത്തിൽ ഇന്ത്യക്കുണ്ട് എന്ന് തന്നെ പറയാം. ഏതായാലും ലോകരാജ്യങ്ങളുമായി ഒക്കെ തന്നെ വിദേശകാര്യ മന്ത്രാലയം ബന്ധപ്പെടുന്നുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്വീറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഈ സംഘർഷമൊക്കെ തന്നെ നടക്കുമ്പോൾ പാകിസ്ഥാൻ ഇത്തരത്തിൽ പ്രകോപനം നടത്തുമ്പോഴാണ്, ഇന്ത്യയുടെ പ്രത്യാക്രമണം നടക്കുന്ന ഘട്ടത്തിലാണ് എസ് ജയശങ്കറിന്റെ ട്വീറ്റുകൾ വന്നത്. അദ്ദേഹം അമേരിക്കയുമായും ഇറ്റലിയുമായും യൂറോപ്യൻ യൂണിയനുമായും ഒക്കെ സംസാരിച്ചതിന്റെ കാര്യങ്ങൾ, വിശദാംശങ്ങളാണ് പങ്കുവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ലോകരാജ്യങ്ങളെ ഇന്ത്യ ബോധ്യപ്പെടുത്തുന്നുണ്ട്, എന്താണ് ഇന്ത്യ എന്തുകൊണ്ട് പ്രത്യാക്രമണം നടത്തുന്നു എന്ന് ലോകരാജ്യങ്ങളോട് ബോധ്യപ്പെടുത്തുന്നുണ്ട്. എങ്കിൽ പോലും ചില ശ്രമങ്ങളൊക്കെ തന്നെ ലോകരാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതൊരു യുദ്ധത്തിലേക്ക് ഇതിരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ട്. സൗദി അറേബ്യ ഈ വിഷയത്തിൽ ഇടപെട്ടതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ വിദേശകാര്യമന്ത്രി ഡൽഹിയിലുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ശ്രമങ്ങൾ ഇനിയും തുടരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ പോലും പ്രകോപനം ഒരു വശത്ത് പാകിസ്ഥാൻ തുടരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരം പ്രകോപനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിന് തിരിച്ചടി നൽകാൻ ഇന്ത്യ നിർബന്ധിതരാവുകയും ചെയ്യും. അപർണ, രാകേഷ്, നയതന്ത്ര തലത്തിലുള്ള നിലപാടുകളും ഇന്ത്യ തുടരുന്നു എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞത്. ഗ്രേ ലിസ്റ്റിലേക്ക് പാകിസ്ഥാനെ ഉൾപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള സമ്മർദ്ദം ഒരു വശത്ത് നടത്തുക, അതും ഇന്ത്യ ഇതിനൊപ്പം തുടരുകയും ചെയ്യും അല്ലേ?
അതെ പറഞ്ഞ ഇന്ന് IMF-ന്റെ നിർണായകമായ യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിൽ ഏതായാലും ഇന്ത്യ നിലപാട് ആവർത്തിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം പാകിസ്ഥാന് നൽകിയിരിക്കുന്ന ലോണുകൾ അടക്കമുള്ള കാര്യത്തിൽ ഒരു വീണ്ടും പുനരാലോചന വേണം തുടങ്ങിയ കാര്യങ്ങൾ, അത്തരമൊരു നിലപാടൊക്കെ തന്നെയായിരിക്കും ഇന്ത്യ ഈ യോഗത്തിൽ മുന്നോട്ട് വെക്കുക. ഇങ്ങനെ ഗ്രേ ലിസ്റ്റിൽ പെടുത്തുകയാണെങ്കിൽ സ്വാഭാവികമായും IMF-ന്റെ അടക്കം സാമ്പത്തിക സഹായം നിലയ്ക്കും. നിലവിൽ വലിയ രീതിയിൽ സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ ഇത്തരത്തിൽ IMF-ന്റെ അടക്കം ഉള്ള ലോകബാങ്കിന്റെ അടക്കമുള്ള സഹായം നിലയ്ക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ പാകിസ്ഥാനെ ബാധിക്കുമെന്ന് സംശയമില്ല. അപ്പോൾ നയതന്ത്ര തലത്തിൽ അടക്കം പാകിസ്ഥാനെതിരായ നിലപാട് ഇന്ത്യ ശക്തമാക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരം നീക്കങ്ങൾ കൂടി നടക്കുന്നു. കാരണം നേരത്തെ ഈ സിന്ധു നദീജല കരാർ അടക്കം സസ്പെൻഡ് ചെയ്തുകൊണ്ട നടപടിയിലേക്ക്, വിസ റദ്ദാക്കിക്കൊണ്ടുള്ള നടപടിയിലേക്ക്, ചെക്ക് പോസ്റ്റുകൾ അടച്ചുള്ള നടപടിയിലേക്ക്, പാക് പൗരന്മാരെ മടക്കി അയച്ചുള്ള നടപടികളിലേക്കൊക്കെ തന്നെ ഇന്ത്യ കടന്നിരുന്നു. ഇറക്കുമതിയെല്ലാം തന്നെ നിരോധിച്ചിരുന്നു. അങ്ങനെ പലതരത്തിൽ നയതന്ത്ര ഇടപെടലുകൾ ഇന്ത്യയുടെ ഭാഗത്ത് നടന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ IMF-ൽ കൂടി ഇന്ത്യ നിലപാട് ആവർത്തിക്കാൻ പോവുകയാണ്. അതായത് ലോണുകളുടെ കാര്യത്തിലൊക്കെ തന്നെ പുനരാലോചന വേണം. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇത്തരത്തിൽ ഭീകര സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു. ആ സാഹചര്യത്തിൽ അക്കാര്യങ്ങൾ പുനഃപരിശോധിക്കണം എന്നൊരാവശ്യമാണ് ഇന്ത്യ ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ER രാഗേഷ് വിവരങ്ങൾ നൽകുമ്പോൾ ഇപ്പോൾ വരുന്ന വാർത്തയിൽ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ, മെഡിക്കൽ മേഖലയിലേക്ക് പോലും ജാഗ്രതാ നിർദ്ദേശങ്ങൾ, സുസജ്ജരായിരിക്കാൻ പറയുകയാണ്. ഇന്നലെ പോലീസ് വിഭാഗത്തോടും അവധികൾ റദ്ദാക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. അതിനോടൊപ്പമാണ് കൂടുതൽ എല്ലാ മേഖലകളിലേക്കും ജാഗ്രതാ നിർദ്ദേശം എന്നുള്ള ഒരു വിഷയത്തിലേക്ക് കടക്കുന്നു. കേരളത്തിലും നേരത്തെ പറഞ്ഞ പോലെ രാകേഷ്, കേരളത്തിലും ആ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ടോ? ഏതെങ്കിലും പ്രത്യേക കൂടിക്കാഴ്ചകളോ യോഗങ്ങളോ വിളിക്കുന്നതായിട്ടുള്ള വിവരങ്ങളുണ്ടോ ഇപ്പോൾ? അപർണ, അത്തരം വിവരങ്ങൾ ഒന്നും ലഭ്യമായിട്ടില്ല. ഏതായാലും പ്രത്യേകിച്ച് അതിർത്തി സംസ്ഥാനങ്ങളോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരം കനത്ത ജാഗ്രതാ നിർദ്ദേശവും ഒപ്പം തന്നെ കൂടിയാലോചനകളൊക്കെ തന്നെ നടക്കുന്നത്. അത് ഒന്ന്, ജമ്മു കശ്മീർ മുഖ്യമന്ത്രി തന്നെ ഇന്നലെ ഡ്രോൺ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ലക്ഷ്യമിട്ട പ്രദേശങ്ങളിലേക്ക് സ്ഥിതിഗതികൾ നേരിട്ടറിയാൻ അദ്ദേഹം അങ്ങോട്ടേക്ക് തിരിച്ചിരിക്കുന്നു. ഒപ്പം പഞ്ചാബിൽ ജാഗ്രതാ നിർദ്ദേശം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് അമൃത്സർ അടക്കമുള്ള അതിർത്തി പ്രദേശങ്ങളിലാണ് വലിയ ജാഗ്രതാ നിർദ്ദേശമുള്ളത്. അവിടെ ആളുകളോട് പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശമൊക്കെ തന്നെയാണ് ഇന്ന് പുലർച്ചെ വന്ന ഒരു അറിയിപ്പ്. പ്രത്യേകിച്ച് അത്തരം നിർദ്ദേശങ്ങളുണ്ട്. കാരണം പാകിസ്ഥാനുമായി, ലാഹോറുമായൊക്കെ തന്നെ ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്രധാനപ്പെട്ട നഗരമാണ് അമൃത്സർ. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരം നിർദ്ദേശം പഞ്ചാബിൽ നൽകിയിട്ടുള്ളത്. രാജസ്ഥാനിലും സമാനമായ രീതിയിൽ, രാജസ്ഥാൻ ഏതാണ്ട് 1000 കിലോമീറ്ററാണ് രാജസ്ഥാൻ അതിർത്തി പാകിസ്ഥാനുമായി പങ്കിടുന്നത്. അപ്പോൾ സ്വാഭാവികമായും രാജസ്ഥാനിലും സമാനമായ രീതിയിലുള്ള മുന്നറിയിപ്പുണ്ട്. മാത്രവുമല്ല ഏതാണ്ട് ബാഡ്മേർ, ഒപ്പം തന്നെ ശ്രീഗംഗാനഗർ അടക്കമുള്ള ജയ്സാൽമീർ അടക്കം ഉള്ള ജില്ലകൾ അതിർത്തി ജില്ലകളാണ്, പാകിസ്ഥാനുമായി അതിർത്തി പങ്കുവയ്ക്കുന്നതാണ്. ഇന്നലെ ഇത്തരത്തിൽ ഈ പടിഞ്ഞാറൻ അതിർത്തി എന്ന് പറയുമ്പോൾ രാജസ്ഥാനും കൂടി ഉൾപ്പെടുന്നതാണ്. അവിടെ പലയിടത്തും ഇത്തരത്തിൽ ഡ്രോണുകൾ വരികയും അതെല്ലാം തന്നെ ഇന്ത്യൻ സേന നിർവീര്യമാക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. അപ്പോൾ പാകിസ്ഥാൻ നിരന്തരമായി ലക്ഷ്യം വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല കൂടിയാണ് രാജസ്ഥാൻ. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് പുലർച്ചെ തന്നെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു ഉന്നതതല യോഗം ചേർന്നത്. ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ പങ്കെടുക്കുകയും സാഹചര്യം വിലയിരുത്തുക ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഏതായാലും അത്തരത്തിൽ സംസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്ന് ജാഗ്രത മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ അവർ നടത്തുന്നുണ്ട്. മുംബൈയിലും മഹാരാഷ്ട്രയിലും ഇപ്പോൾ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസ്. അങ്ങനെ പടിഞ്ഞാറൻ അതിർത്തി എന്ന് പറയാവുന്ന ഈ പ്രദേശത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും അത്തരത്തിൽ ജാഗ്രതയുണ്ട്, മുന്നൊരുക്കങ്ങൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം അതിർത്തിയിൽ വലിയ സംരക്ഷണം അല്ലെങ്കിൽ വലിയ ജാഗ്രത സൈന്യവും പുലർത്തുന്നുണ്ട്. കാരണം സാധാരണഗതിയിൽ ഇത്തരത്തിൽ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ഭീകരർ നുഴഞ്ഞു കയറാറുള്ളത്. കാരണം സ്വാഭാവികമായും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ, പ്രത്യേകിച്ച് അത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കൂടി ആകുമ്പോൾ സൈന്യത്തിന്റെ ശ്രദ്ധ അതിലേക്ക് പോകും. ഈ ഘട്ടത്തിലാണ് ഭീകരർ നുഴഞ്ഞുകയറ്റുന്ന ശ്രമം നടത്താറുള്ളത്. അങ്ങനെ ഒരു നുഴഞ്ഞുകയറ്റ ശ്രമം ഇന്നലെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അത് സാംബ സെക്ടറിലാണ്, അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ്. അവിടെയാണ് ഇപ്പോൾ പാക് ഭീകരനെ, നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തിയ പാക് ഭീകരനെ വധിച്ചു എന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. BSF തന്നെ ഔദ്യോഗികമായി തന്നെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.